നമസ്കാരം, എല്ലാവർക്കും കെ എസ് മെന്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ത്യൻ നവോത്ഥാനം അഥവാ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഏരിയ. അപ്പൊ ഈ ഒരു ടോപ്പിക്കില് ഹിന്ദു റീഫോം മൂവ്മെന്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നിന്നാണ് സാധാരണഗതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ ബ്രഹ്മസമാജ്, രാജാറാം മോഹൻ റോയ് ആൻഡ് ബ്രഹ്മസമാജ്, ഈശ്വചന്ദ്ര വിദ്യാസാഗർ, ഇങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് നമുക്ക് ആ ഒരു ഭാഗത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം നോക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പ്രവണത ഇന്ത്യയിൽ അന്ന് ഉണ്ടാവാനായിട്ടുള്ള റീസൺ, അത് എന്തുകൊണ്ടായിരിക്കാം ഉടലെടുക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിന്റെ ഫാക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതില് ഒന്നാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം. അപ്പൊ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ആ കിട്ടിയ വ്യക്തികൾക്ക് ഒരു മാറ്റം ഉണ്ടാകുകയാണ്, അതായത് മാനസിക വികാസം ഉണ്ടാകുകയാണ്. അപ്പൊ അവരൊക്കെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹം ഇത്രമാത്രം പിന്നിലേക്ക് പോകുന്നത്, ഇന്ത്യൻ സമൂഹം എന്തുകൊണ്ട് ഈ പാശ്ചാത്യ ലോകം അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തിൽ കാണപ്പെടുന്ന ആ ഒരു പുരോഗതി കൈവരിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് ഈ ഒരു മാറ്റം, ഒരു നവോത്ഥാനത്തിന്റെ തുടക്കം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ലിബറൽ ഐഡിയാസ് എന്താണ് ലിബറലിസം? ലിബറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബർട്ടി, ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് പ്രാധാന്യം കൊടുത്തുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു ആശയ തലത്തെയാണ് നമ്മൾ ലിബറലിസം അല്ലെങ്കിൽ ലിബറൽ ഐഡിയാസ് എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഐഡിയാസിന്റെ ഒക്കെ എന്താണ് ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇന്ത്യയിൽ നവോത്ഥാനം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ ഇപ്പൊ രാജാറാം മോഹൻ റോയ് ആയിക്കോട്ടെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഈ പറഞ്ഞ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള, അതുവഴി ഒരു മാനസിക വികാസം സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. അടുത്ത രണ്ടാമത്തെ റീസൺ ആണ് ബ്രിട്ടീഷ് റൂൾ. അല്ലെ, ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് റൂൾ കാരണം ഇന്ത്യയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടപ്പിലായിട്ടുണ്ട്. അത് നല്ലതിന് വേണ്ടി അവർ കൊണ്ടുവന്നല്ല, പക്ഷെ അവർ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നല്ലതായി മാറിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന റെയിൽവേ പോലുള്ളത്, ടെലിഗ്രാഫ്, അതുപോലെ തന്നെ എന്താ പറയുക പ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്പ്രെഡ് മൂലം എന്ത് ചെയ്യാണ്, ആൾക്കാരിലേക്ക് പുതിയ പുതിയ ഐഡിയാസ്, ആശയങ്ങൾ എത്തുകയാണ്. അങ്ങനെ ഈ ബ്രിട്ടീഷ് റൂളിന്റെ ഇൻഫ്ലുവൻസ്, ഇപ്പൊ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പോലും ഇന്ത്യയിൽ നടപ്പിലാവാൻ ഇത്രയും പെട്ടെന്ന് അതിനൊരു റെക്കഗ്നിഷൻ കിട്ടാനായിട്ടുള്ള ഒരു പ്രധാന കാരണവും ബ്രിട്ടീഷ് റൂൾ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബ്രിട്ടീഷ് റൂള് അതുവഴി നമുക്ക് ആ വെസ്റ്റേൺ കൾച്ചറുമായിട്ട് നമുക്ക് കിട്ടിയ ഒരു കോണ്ടാക്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അടുത്താണ് ഡീഗ്രേഡഡ് പൊസിഷൻ ഓഫ് വിമൻ, സ്ത്രീകളുടെ ആ ഒരു അരക്ഷിതാവസ്ഥ, അല്ലെ, സ്ത്രീകളുടെ അന്നത്തെ സമൂഹത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശം തന്നെയായിരുന്നു. പാട്രിയാർക്കി ഒരു സൈഡിലുണ്ട്, അനാചാരങ്ങളുണ്ട്, സതി പോലുള്ള അനാചാരങ്ങളുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പോലും ഒരുപാട് റീഫോമേഴ്സ്, സോഷ്യോ റിലീജിയസ് റീഫോമേഴ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറയും. ഇപ്പൊ പണ്ഡിത രമാബായി അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരുപാട് റീഫോമേഴ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെയാണ് ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ട് ഇവിടെ നടത്തിയിട്ടുള്ള മതപരിവർത്തനങ്ങൾ. കാരണം മതം എന്ന് പറയുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ഏത് അറ്റം വരെയും പോകും, അല്ലെ. അങ്ങനെ മതത്തിനെയും ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കില്ലേ. അങ്ങനെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നത് തങ്ങളുടെ ആചാരത്തിനെയും അനുഷ്ഠാനത്തിനെയും ഒക്കെ ഒരു വെല്ലുവിളിയാണെന്ന് കണ്ടുകൊണ്ട് അതിനെ എതിർക്കാനായിട്ട് ഇപ്പൊ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജ് പോലുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് മുന്നിലേക്ക് വരുന്നുണ്ട്. അതാണ് അടുത്ത റീസൺ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്താണ് ഇന്ത്യയുടെ ആ ഒരു ഗ്ലോറിയസ് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അതുവരെ ഇന്ത്യക്കാർ എന്താ വിചാരിച്ചിരുന്നത്, ബ്രിട്ടൻ ഇവിടെ വന്ന് നമ്മളെ ഭരിക്കുന്നത് അവർ ചെയ്യുന്ന എന്തോ വലിയൊരു ത്യാഗമാണ്, അല്ലെ. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല, നമ്മളെ ഒരു അല്പം രണ്ടാം തരക്കാരായിട്ടാണ് നമ്മൾ പോലും കൺസിഡർ ചെയ്തിരുന്നത്, അല്ലെ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒട്ടും സാധാരണമായിട്ടുള്ള ഒരു പാസ്റ്റ് അല്ല. ഇപ്പൊ മൗര്യ, ഗുപ്ത, മുഗൾ രാജവംശം പോലുള്ള ഇത്രയും വലിയ സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഒരു നാടാണ് നമ്മൾ. അവർ ഒട്ടും തന്നെ മോശക്കാരല്ല എന്നൊരു തിരിച്ചറിവ് വന്നപ്പോൾ ബ്രിട്ടന്റെ ഈ പറയുന്ന ആ ഒരു വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്ന ചിന്താഗതിയിൽ നിന്നും എന്ത് ചെയ്യാണ്, നമ്മൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ്. അതാണ് നമ്മൾക്ക് പറയാനുള്ള അടുത്ത പോയിന്റ്. സോ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റീസൺസ് ഫോർ ദ റൈസ് ഓഫ് റെനൈസൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പൊതുവെ റീഫോം മൂവ്മെന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാണ് റീഫോമിസ്റ്റിക്, രണ്ടാണ് റിവൈവലിസ്റ്റിക്. ആ പേരുകളിൽ നിന്ന് തന്നെ ആശയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. റീഫോമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, ഉള്ള ഒരു കാര്യത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അതിനെ ഒന്ന് പൊളിച്ചെഴുതിക്കൊണ്ട് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വെസ്റ്റേണിലുള്ള ഐഡിയാസ്, ലിബറൽ ഐഡിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് നവീകരിക്കുക, അല്ലെ, ഒന്ന് പുതുക്കി പണിയുക.
എന്നുള്ളതാണ് റീഫോമിസ്റ്റിക് ഐഡിയാസിന്റെ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സിന്റെ പ്രത്യേകത. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബ്രഹ്മസമാജ് എന്ന് പറയുന്നത് അല്ലെ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ലിബറൽ ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മതത്തിലോ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിനാണ് നമ്മൾ റീഫോമിസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബ്രഹ്മസമാജ്, രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജ്. അടുത്താണ് റിവൈവലിസ്റ്റിക്. ആ പേരിൽ തന്നെ ഉണ്ട് റിവൈവ് ചെയ്തെടുക്കുക. മുമ്പുണ്ടായിരുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിനെ എന്ത് ചെയ്യാം, റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് റിവൈവലിസ്റ്റിക്. ബാക്ക് ടു വേദാസ് എന്ന് ദയാനന്ദ സരസ്വതി പറയുന്നതിന്റെ ബെസ്റ്റ് കാരണം, അതിന്റെ റീസൺ തന്നെ ഇതാണ്, ആ റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ളത്. ആ വേദ കാലഘട്ടത്തിലെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരിക, അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആ റിവൈവലിസ്റ്റിക്കിന്റെ ഉദാഹരണം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആര്യ സമാജം പറയാം. അപ്പൊ അവര് വെസ്റ്റേൺ ഐഡിയാസിന്, വെസ്റ്റേൺ ലിബറൽ ഐഡിയാസിന് എതിരായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രാജാറാം മോഹൻ റോയെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംഘടനയായിട്ടുള്ള ഓർഗനൈസേഷൻ ആയിട്ടുള്ള ബ്രഹ്മസമാജിനെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, പി എസ് സിയുടെ വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് രാജാറാം മോഹൻ റോയും അദ്ദേഹത്തിന്റെ സംഭാവനകളും. അപ്പോൾ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഒരു ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ഈ മോഡേൺ സയന്റിഫിക് തിങ്കിങ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ആൾക്കാരുടെ ഉള്ളിൽ ആ ഒരു റാഷണൽ തിങ്കിങ് അല്ലെ, അതായത് ലോജിക്ക്, എന്താണ് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ, ഒരു ലോജിക് ഉണ്ടോ എന്ന് പറഞ്ഞ ആൾക്കാരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ്. അപ്പൊ അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ച ഐഡിയ ആണ് നമ്മൾ മോണോതീസം എന്ന് വിളിക്കുന്നത്. മോണോതീസം എന്ന് വെച്ചാൽ എന്താ, ഏക ദൈവ വിശ്വാസം. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം രാജാറാം മോഹൻ റോയ് ഈ പറയുന്ന മോണോതീസത്തെ മുന്നോട്ടേക്ക് വെച്ചത്? അന്നത്തെ ഒരു ഹിന്ദു സമൂഹത്തിലെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് സെക്റ്റുകളെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് ഇപ്പോൾ ശിവനെ ആരാധിക്കുന്നവരുണ്ട്, ശൈവൈറ്റ്സ് ഉണ്ട്, വൈഷ്ണവൈറ്റ്സ് ഉണ്ട്, വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട്, ശക്തി ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ വിഘടിച്ചു നിന്ന ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഏകദൈവ വിശ്വാസം അഥവാ മോണോതീസം. ആ ഒരു മോണോതീസത്തെ സ്ഥാപിക്കാനായിട്ട്, അതിനൊരു പ്രൂഫായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന കാര്യം മോണോതീസമാണ്, അതെല്ലാം തന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ആശയം മോണോതീസമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനായിട്ട്, അതിനെക്കുറിച്ച് എന്താണ് വിവരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതാണ്. അതാണ് ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പേർഷ്യൻ പരിഭാഷയാണ് തുഫാത്ത് ഉൾ മുവാവുദ്ദീൻ എന്ന് പറയുന്നത്. 1804 അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഗിഫ്റ്റ് മോണോതീസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം മോണോതീസം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ്. അടുത്തതാണ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പേഴ്സെപ്സ് ഓഫ് ജീസസ്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് മോണോതീസും ചോദിച്ചിട്ടുണ്ട്, പേഴ്സെപ്സ് ഓഫ് ജീസസും ചോദിച്ചിട്ടുണ്ട്. പേഴ്സെപ്സ് ഓഫ് ജീസസ് എന്ന് വെച്ചാൽ അദ്ദേഹം ക്രിസ്ത്യാനിയെ കുറിച്ച്, അദ്ദേഹം കേവലം ആ ഹിന്ദു മതത്തെ കുറിച്ച് മാത്രം പഠിക്കുകയും മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതല്ല, എല്ലാ മതത്തിലും എടുക്കാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു റീഫോം മൂവ്മെന്റ്സിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയതാണ് പേഴ്സെപ്സ് ഓഫ് ജീസസ്. അത് 1823 അദ്ദേഹം രചിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ് ഇങ്ങനെയുള്ള ആശയങ്ങൾക്കും കൂടുതലായിട്ട് ഒരു പോപ്പുലാരിറ്റി ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് രാജാറാം മോഹൻ റോയ്. അത് മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പറ്റുന്നതാണ്, അദ്ദേഹം ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള റവല്യൂഷൻസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ നേപ്പിൾസിലാണെങ്കിൽ സ്പാനിഷ്, അമേരിക്ക, അയർലൻഡ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, അത്രത്തോളം പ്രാധാന്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻസ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം സോഷ്യോ റിലീജിയസ് റീഫോം സെക്ഷനിൽ മാത്രം, ആ ഒരു സെക്ടറിൽ മാത്രം ഒതുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അദ്ദേഹം ജേർണലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഏകദേശം ഒരു 12 മുകളിൽ ഭാഷകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. അദ്ദേഹം സമ്പാദ് കൗമുദി എന്ന് പറയുന്ന ഒരു ബംഗാൾ വീക്കിലി 1821 സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. സമ്പാദ് കൗമുദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പലതവണ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സമ്പാദ് കൗമുദി. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ മാഗസീനും അദ്ദേഹം 1822 സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പൊളിറ്റിക്കൽ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ അവിടെയും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് അദ്ദേഹം അന്നത്തെ കർഷകർ, അതായത് ജമീന്ദാഴ്സ് കർഷകരെ അടിച്ചമർത്തുന്നത്, അദ്ദേഹം കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന മാക്സിമം റെന്റ് ഫിക്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള, അതിനുവേണ്ടി വാദിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ്. കാരണം ഈ റെന്റ് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ കർഷകരുടെ കയ്യിൽ നിന്ന് തോന്നിയ റെന്റാണ് ഈ പറയുന്ന ജമീന്ദാസ് ഈടാക്കിയിരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഒരു കൃത്യമായിട്ടുള്ള റെന്റ്, ഒരു മാക്സിമം റെന്റ് ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ള ആവശ്യവും മുന്നോട്ടേക്ക് വെച്ച വ്യക്തി കൂടിയാണ്
രാജാറാം മോഹൻ റോയ്. അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള അല്ലെ, സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുള്ള അദ്ദേഹം സതി നിരോധനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആന്റി സതി സ്ട്രഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഫലമായിട്ടാണ് 1821 സതി റെഗുലേഷൻ ആക്ട് കൊണ്ടുവരികയാണ്. ആരാ കൊണ്ടുവരുന്നത്? വില്യം ബെന്റിക്കാണ് കൊണ്ടുവരുന്നത് അല്ലെ. വില്യം ബെന്റിക്കിന്റെ സതി റെഗുലേഷൻ ആക്ട് വഴിയാണ് സതി എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. 1829 അത് വരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പ്രസ് ഫ്രീഡം അല്ലെ, പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി, അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇനി അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഹിന്ദു കോളേജ്. 1817 ഹിന്ദു കോളേജ്. അത് തുടങ്ങാനായിട്ട്, ആ ഹിന്ദു കോളേജ് സ്ഥാപിക്കാനായിട്ട് ഡേവിഡ് ഹാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഫുൾ സപ്പോർട്ട്, അതിന്റെ അസിസ്റ്റൻസ് കൊടുത്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അത് മാത്രമല്ല 1827 അദ്ദേഹം വേദാന്ത കോളേജും സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു കോളേജിന്റെയും വേദാന്ത കോളേജിന്റെയും ഫൗണ്ടേഷന് ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ് ആര്? രാജാറാം മോഹൻ റോയ് എന്നുള്ള കാര്യം മനസ്സിൽ ആലോചിച്ച് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് രാജാറാം മോഹൻ റോയ് തുടങ്ങിയിട്ടുള്ള സോഷ്യോ റിലീജിയസ് റീഫോം ഓർഗനൈസേഷൻസ് ആണ്. അതായത് ഈ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം കുറെ ഓർഗനൈസേഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 1815 ആത്മീയ സഭ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്, വർഷം ഉൾപ്പെടെ ചേർത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഈ നവോത്ഥാനം പഠിക്കുമ്പോൾ പലർക്കുള്ള ഒരു സംശയമാണ്, ഇവർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ബൈഹാർട്ട് പഠിക്കണോ? വേണ്ട. ആ ഒരു ഓർഗനൈസേഷന്റെ പൊതു സ്വഭാവം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ഒരിക്കലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് വാദിക്കില്ല അല്ലെ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ വിധവ പുനർവിവാഹം അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുള്ളൂ രാജാറാം മോഹൻ റോയ്. ആ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ്, ആ ഓർഗനൈസേഷന്റെ സ്വഭാവം അങ്ങനെയാണ്. സോ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പഠിച്ചു വെക്കുക. അതിൽ നിന്നും ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ആ വേർഡ് ബൈ വേർഡ്, ലൈൻ ബൈ ലൈൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്താണ് 1819 അദ്ദേഹം തുടങ്ങുന്നതാണ് കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റി. അതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 1829 അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ബ്രഹ്മോ സമാജ്. അത് ആദ്യം ബ്രഹ്മസഭ എന്ന പേരായിരുന്നു, പിന്നീടാണ് അതിന് ബ്രഹ്മസമാജ് എന്ന പേരിലേക്ക് മാറുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റീഫോമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു സൈഡിൽ നടക്കുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് ആചാര സംരക്ഷകർ എപ്പോഴും ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് ബ്രഹ്മസമാജ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ എതിർക്കാനായിട്ട്, അതിന്റെ ആശയങ്ങളെ എതിർക്കാനായിട്ട് ജസ്റ്റ് ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു ഓർഗനൈസേഷൻ കൂടി ആ ഒരു സമയത്ത് വരികയാണ്. അതാണ് ധർമ്മസഭ എന്ന് പറയുന്നത്. അത് തുടങ്ങുന്ന വ്യക്തിയാണ് രാജാ രാധാകാന്ത ദേവ്. നമ്മുടെ INCക്ക് പ്രീ INC ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ഒരു പേര് നിങ്ങൾ കേട്ട് കാണും. ലാൻഡ് ലോർഡ് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജാ രാധാകാന്ത ദേവ്. ഓക്കെ, അദ്ദേഹം തുടങ്ങിയതാണ് ധർമ്മസഭ. അപ്പൊ ധർമ്മസഭ എന്ന് പറയുന്നത് ബ്രഹ്മസമാജിനെ എതിർക്കാനായിട്ട് തുടങ്ങിയതാണ് എന്ന് മനസ്സിൽ ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയുടെ കാലശേഷം, അദ്ദേഹത്തിൻ്റെ കാലശേഷം ബ്രഹ്മസമാജിൻ്റെ തലപ്പത്തേക്ക് വന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് ദേവേന്ദ്രനാഥ ടാഗോർ. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛനാണ് ദേവേന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ബ്രഹ്മസമാജിൻ്റെ തലപ്പത്തേക്ക് വരുന്നതിന് മുമ്പ്, അതിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷനാണ് തത്വബോധിനി സഭ. അതിൻ്റെ പത്രമായിരുന്നു തത്വബോധിനി പത്രിക. അപ്പോൾ തത്വബോധിനി സഭയും അതിൻ്റെ പത്രം തത്വബോധിനി പത്രികയാണെന്ന് ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളതാണ് ഇന്ത്യൻ മിറർ. കാരണം നമ്മുടെ സിലബസിൽ ന്യൂസ് പേപ്പേഴ്സ്, ജേണൽസ്, അതുപോലെ തന്നെ മാഗസീൻസ് ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിറർ, ദേവേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ പത്രമാണ് ഇന്ത്യൻ മിറർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. തലപ്പത്തേക്ക് വന്ന മറ്റൊരു വ്യക്തി, അതിൻ്റെ നേതൃത്വ നിരയിലേക്ക് വന്ന മറ്റൊരു വ്യക്തിയാണ് കേശവ് ചന്ദ്ര സെൻ. അദ്ദേഹം 1858 ബ്രഹ്മസമാജിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇദ്ദേഹം ബ്രഹ്മസമാജിൻ്റെ ആ ഒരു ഐഡിയ, അതായത് ബ്രഹ്മസമാജിൻ്റെ മാതൃകയിൽ മറ്റ് പല ഭാഗങ്ങൾ, ബംഗാളിന് പുറത്തേക്ക് മറ്റ് ഭാഗങ്ങളിലായിട്ട് പല പല ഓർഗനൈസേഷൻസ് സ്ഥാപിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കേശവ് ചന്ദ്ര സെൻ. അതിലൊന്നാണ് ബോംബെയിൽ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനാ സമാജ്. ബോംബെയിൽ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനാ സമാജ്, അത് ആത്മാറാം പാണ്ഡുരംഗാണ് തുടങ്ങിയത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന കോഡ് മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർമ്മ വയ്ക്കും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ് തുടങ്ങിയത്. അത് ബോംബെയിലാണ്. പിന്നെ നമ്മുടെ മദ്രാസിൽ തുടങ്ങിയിട്ടുള്ള വേദ സമാജ്, അത് ശ്രീധർലു നായിഡു എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം ചേർന്ന് കേശവ് ചന്ദ്രസൻ തുടങ്ങിയത്. ശ്രീധർലു നായിഡുവിനെ അത് തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് കേശവ് ചന്ദ്രസൻ. അങ്ങനെ ബംഗാളിന് പുറത്തേക്ക്
ബ്രഹ്മസമാജിൻ്റെ ഐഡിയാസിനെ പോപ്പുലറൈസ് ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയാണ് കേശവചന്ദ്ര സെൻ. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് അദ്ദേഹം വളരെ റാഡിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ബ്രഹ്മസമാജിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ദേവേന്ദ്രനാഥ് ടാഗറുമായിട്ട് ഒരു തർക്കത്തിലേക്ക് അത് പോവുകയും പിന്നീട് അദ്ദേഹം ബ്രഹ്മസമാജ് വിട്ടു പോയിട്ട് പുതിയൊരു ഓർഗനൈസേഷൻ സ്ഥാപിച്ച ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റാഡിക്കലായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റ് പല മതവിഭാഗങ്ങളിൽ, അതായത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലെയും ഇസ്ലാമിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മസമാജിൻ്റെ ആ ഒരു രീതിയിൽ, അതിൻ്റെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇത് ദേവേന്ദ്രനാഥ് ടാഗോറിനെ പോലുള്ള വ്യക്തികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ക്രിസ്ത്യൻ ഐഡിയോളജീസ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുറത്തായിട്ട് അദ്ദേഹം തുടങ്ങുന്നതാണ് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ. 1866 അദ്ദേഹം തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ ബ്രഹ്മസമാജിനെ ഒന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടണേ, അങ്ങനെ അതിനെ അറിയപ്പെടുന്ന ആദ്യ ബ്രഹ്മസമാജ്, അതായത് പണ്ട് തൊട്ടേ ഉള്ള ബ്രഹ്മസമാജ് പുതുതായിട്ട് തുടങ്ങിയതിനെ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ, കേശവചന്ദ്ര സെന്നിൻ്റെ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെട്ടു. ഇദ്ദേഹം നേറ്റീവ് മാരേജ് ആക്ട്, അതായത് അന്നത്തെ ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള നേറ്റീവ് മാരേജ് ആക്ട് കൊണ്ടുവരുന്നതിനായിട്ട് ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതേ വ്യക്തി തന്നെ തൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ട് വിവാദത്തിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കേശവചന്ദ്ര സെൻ. അപ്പോൾ അത് നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലല്ലോ. നേറ്റീവ് മാരേജ് ആക്ട് കൊണ്ടുതന്നെ പുള്ളി ഒരു ഹിപ്പോക്രാറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് ശൈശവ വിവാഹത്തിനെതിരെ ഒരുപാട് ശബ്ദം ഉയർത്തി അതേ വ്യക്തി തന്നെ തൻ്റെ മകളെ എന്ത് ചെയ്യുകയാണ്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അതിൽ പ്രതിഷേധിച്ചിട്ട്, അപ്പോൾ അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ത് ചെയ്യണം, ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ വിട്ടിട്ട് പോയിട്ട് പുതിയൊരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണ്. അതാണ് സാധാരണ ബ്രഹ്മസമാജ്. ഓക്കെ, സാധാരണ ബ്രഹ്മസമാജ് തുടങ്ങുകയാണ്. അത് 1878 തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരൊക്കെ, ആനന്ദ് മോഹൻ ബോസ്. നമ്മൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന അതേ വ്യക്തി തന്നെയാണ് ആനന്ദ് മോഹൻ ബോസ്. പിന്നെ ഉമേഷ് ചന്ദ്ര ദത്ത്, ശിവ് ചന്ദ്രദേവ്, ഇങ്ങനെയുള്ള തുടങ്ങിയ വ്യക്തികളാണ് എന്ത് ചെയ്തത്, ഇതിൽ നിന്ന് വിട്ടുപോയിട്ട് സാധാരണ ബ്രഹ്മസമാജ് തുടങ്ങുന്നത്. ഇദ്ദേഹം തുടങ്ങിയ മറ്റൊരു ഓർഗനൈസേഷനാണ് 1870 ഇന്ത്യൻ റീഫോം അസോസിയേഷൻ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻ്റാണ് നവവിധാൻ അഥവാ ന്യൂ ഡിസ്പെൻസേഷൻ എന്ന് പറയും. ഇതെന്താണ്, ചുരുക്കി പറഞ്ഞ ഒരു അവിയൽ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. കുറച്ച് ക്രിസ്ത്യൻ ടീച്ചിങ്സ്, അല്ലെങ്കിൽ കുറച്ച് ഹിന്ദുയിസം, കുറച്ച് ക്രിസ്ത്യാനിറ്റി, കുറച്ച് ഇസ്ലാം, ഇങ്ങനെ എല്ലാത്തിൽ നിന്നുള്ള ഐഡിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു അവിയൽ പോലത്തെ ഒരു രൂപം, അല്ലേ, ഒരു പുതിയ ഫ്രെയിംവർക്ക്, ഒരു റിലീജിയസ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പറയുന്നതാണ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതായിരുന്നു നവവിധാൻ അഥവാ ന്യൂ ഡിസ്പെൻസേഷൻ. അപ്പോൾ അതിൻ്റെയും സൃഷ്ടാവ് അല്ലെങ്കിൽ അതിൻ്റെയും ഫൗണ്ടിങ് മെമ്പർ ആരാണ്, ഈ പറഞ്ഞ കേശവചന്ദ്ര സെന്നാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അടുത്താണ് പ്രാർത്ഥനാ സമാജ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്രഹ്മസമാജിൻ്റെ അതേ ഐഡിയയിൽ തന്നെ ബംഗാളിന് പുറത്ത് ബോംബെയിൽ തുടങ്ങിയിട്ടുള്ളതാണ് പ്രാർത്ഥനാ സമാജ്. അത് തുടങ്ങിയ വ്യക്തിയാണ് ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അതിന് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് KCS, അല്ലേ, നമ്മൾ പഠിച്ചു, കേശവ് ചന്ദ്ര സെൻ. ഇതാണ് ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് പരമഹംസ മണ്ഡാലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാ, RG ഭണ്ഡാർക്കർ, MG റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ, ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ NG ചന്ദവർക്കർ. ഇത്രയും പേരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ പ്രാർത്ഥനാ സമാജിൻ്റെ അഹമ്മദാബാദിലെ ഒരു ബ്രാഞ്ച് തുടങ്ങിയ വ്യക്തിയും അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജിൻ്റെ പ്രധാന പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാണ് ഗോപാൽ ഹരി ദേശ്മുഖ്. ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ലോകഹിതവാദി. ഇത് പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലോകഹിതവാദി എന്നുള്ള പേരിൽ അറിയപ്പെട്ട സോഷ്യോ റിലീജിയസ് റീഫോമർ ആരാണ്, അദ്ദേഹമാണ് ഗോപാൽ ഹരി ദേശ്മുഖ്. ഗോപാൽ ഹരി ദേശ്മുഖാണ് ആ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ പ്രാർത്ഥന സമാജിൻ്റെ അജണ്ട എന്താണ്, അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണോ? വേണ്ട. കാരണം ബ്രഹ്മസമാജിൻ്റെ ഐഡിയയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഓരോ പോയിന്റ് ബൈ പോയിന്റ് പഠിക്കണ്ട. അവർ കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്തിരുന്നു, ഉറപ്പല്ലേ? ബ്രഹ്മസമാജ് എതിർത്തിരുന്നില്ലേ? അപ്പോൾ ഇവരും എതിർത്തിരിക്കും. വിമൻ എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഉറപ്പല്ലേ? വിഡോ റീമാരേജ് അഥവാ വിധവാ പുനർവിവാഹം, അല്ലേ, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതും ശരിയല്ലേ? അടുത്ത റൈസിങ് ഏജ് ഓഫ് മാരേജ്, അതായത് ശൈശവ വിവാഹത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു. ഓക്കെ, അതും ശരിയാണ്. ഇതൊന്നും തന്നെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട. അതൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തെറ്റായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഇതിനെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. നമ്മുടെ പൂന സാർവജനിക സഭയൊക്കെ തുടങ്ങി അതേ വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഒരു ജഡ്ജായിരുന്നു. അതിനുശേഷം നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തിയ ഒരു വ്യക്തി കൂടിയാണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. അദ്ദേഹമാണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തത്.
മഹാദേവ് ഗോവിന്ദ റാനഡെയാണ് വിഡോ ഹോം അസോസിയേഷൻ തുടങ്ങിയത്. അതും DK കാർവേ എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം ചേർന്നിട്ട് വിഡോ ഹോം അസോസിയേഷൻ, വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഷെൽട്ടർ ആയിട്ട് തുടങ്ങിയതാണ് വിഡോ ഹോം അസോസിയേഷൻ. അത് 1893 DK കാർവേ. അവിടെ DK കാർവേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ കണക്ട് ചെയ്യാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി, വിമൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ വ്യക്തിയും DK കാർവേ ആണ് കേട്ടോ. DK കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. ഇനി നേരത്തെ നമ്മൾ പഠിച്ചല്ലോ വേദസമാജ്, കേശവചന്ദ്ര സെൻ, ശ്രീധർലു നായിഡുവിനൊപ്പം ചേർന്നിട്ട് മദ്രാസിൽ ആരംഭിച്ചതാണ്. ബ്രഹ്മസമാജിൻ്റെ അതേ ഐഡിയയിൽ തുടങ്ങിയ മറ്റൊരു ഓർഗനൈസേഷനാണ് വേദ സമാജ്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇത് ഞാനൊരു ഫ്ലോ ചാർട്ട് വഴി പറഞ്ഞു തരാണ്. ഫസ്റ്റ് നമ്മൾ ബ്രഹ്മസമാജ് എഴുതുക, അതിനുശേഷം രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം അത് ആദി ബ്രഹ്മസമാജ് ആവുന്നു, ദെൻ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ ആവുന്നു. ആദി ബ്രഹ്മസമാജ് എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ കീഴിൽ ദേവേന്ദ്രനാഥ ടാഗോർ, ഞാൻ ഷോർട്ട് ഫോം മാത്രമാണ് എഴുതുന്നത്. അതിനുശേഷം ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കേശവചന്ദ്ര സെൻ്റെ നേതൃത്വത്തിൽ, അതിൽ കേശവചന്ദ്ര സെൻ തന്നെയാണ് എന്ത് ചെയ്തത്, ഇതിനെ ബ്രഹ്മസമാജിനെ ബംഗാളിന് പുറത്തേക്ക് പോപ്പുലറൈസ് ചെയ്തത്. അങ്ങനെ തുടങ്ങുന്നതാണ് പ്രാർത്ഥനാ സമാജും അതുപോലെ തന്നെ വേദസമാജ്. അപ്പോൾ പ്രാർത്ഥനാ സമാജ് ഇവിടെ എഴുതുക, വേദസമാജ് ഇവിടെ എഴുതുക. അതിനുശേഷം കേശവചന്ദ്ര സെന്നിൻ്റെ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറച്ച് പേര് പുറത്തു പോയിട്ട് സാധാരണ ബ്രഹ്മസമാജ് തുടങ്ങുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഫ്ലോ ചാർട്ടിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ കാര്യം ജന്മത്ത് മറക്കില്ല. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിൽ പതിപ്പിച്ച് വെച്ചേക്കുക. അടുത്ത ഒരു ലീഡറാണ് നമ്മൾ പ്രാർത്ഥന സമാജമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് കേട്ടിട്ടുള്ള പേരാണ് ലോകഹിതവാദി എന്നൊക്കെ അറിയപ്പെടുന്ന ഗോപാൽ ഹരി ദേശ്മുഖ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മഹാരാഷ്ട്രയിലായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ ഹിന്ദു ഓർത്തഡോക്സിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. അപ്പോൾ ബ്രഹ്മസമാജും പ്രാർത്ഥന സമാജമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റും തന്നെ ഇദ്ദേഹത്തിനും ബാധകമാണ്. അദ്ദേഹത്തിൻ്റെ വീക്കിലിയാണ് പ്രഭാകർ എന്ന് പറയുന്ന വീക്കിലി. അടുത്തായിട്ട് പ്രാർത്ഥനാ സമാജിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന പരമഹംസ മണ്ഡാലിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ തുടങ്ങിയ വ്യക്തി ദഡോബ പാണ്ഡ്രങ്ങാണ്. ആത്മാറാം പാണ്ഡ്രങ്ങിൻ്റെ സഹോദരനായിട്ടുള്ള ദഡോബ പാണ്ഡ്രങ്ങാണ്. കൂടാതെ അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ് മെഹ്താജി ദുർഗാറാമും ബാൽശാസ്ത്രി ജംബേദ്കർ. മറാഠി ജേർണലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാൽശാസ്ത്രി ജംബേദ്കർ. അത് നോട്ട് ചെയ്ത് വെക്കോളാം. ഇദ്ദേഹം എന്ത് ചെയ്യണം, ഈ ഒരു ഓർഗനൈസേഷനെ പ്രത്യേകം നിങ്ങൾ പഠിക്കണോ? വേണ്ട. കാരണം ആ ഒരു പ്രാർത്ഥന സമാജമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതുപോലെ പ്രോഗ്രസീവ് ചിന്താഗതികൾ തന്നെയായിരിക്കും അവർക്കുള്ളത്. അറ്റാക്ഡ് ഐഡോലാട്രി, വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു. കാര്യം ബ്രഹ്മസമാജം എതിർത്തിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവർ എതിർത്തിരുന്നു. കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്തിരുന്നു. ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. വിഡോ റീമാരേജസ് അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട. ജനറൽ ക്യാരക്ടർ മനസ്സിലാക്കുക, ആൻസർ എഴുതുക. ഇവരാണ് ഇന്റർ ഡൈനിങ് അഥവാ പന്തി ഭോജനം. എല്ലാ ജാതിയിൽപ്പെട്ട വ്യക്തികളും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതിയാണ്. പന്തി ഭോജനത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്റർ ഡൈനിങ്ങിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് പരമഹംസ മണ്ഡാലി എന്ന് ആലോചിക്കുക. ദഡോബ പാണ്ഡ്രങ്ങിൻ്റെ പുസ്തകമാണ് ധർമ്മ വിവേചൻ. ധർമ്മ വിവേചൻ എന്ന് പറയുന്നത് പരമഹംസ മണ്ഡാലി തുടങ്ങിയിട്ടുള്ള ദഡോബ പാണ്ഡ്രങ്ങിൻ്റെ പുസ്തകമാണ്. അടുത്ത വ്യക്തിയാണ് ബാൽശാസ്ത്രി ജംബേദ്കർ. ഇദ്ദേഹമാണ് മറാഠി ജേർണലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മറാഠി ജേർണലിസം എന്നറിയപ്പെടുന്നതാണ് ബാൽശാസ്ത്രി ജംബേദ്കർ. ഇദ്ദേഹത്തിൻ്റെ 2 പത്രങ്ങൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ദർപ്പണം, ദിഗ്ദർശനം. 2 പത്രങ്ങൾ എന്ന് പറയുമ്പോൾ പത്രമുണ്ട്, മാഗസീനും ഉണ്ട്. ദർപ്പണം, ദിഗ്ദർശനം ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ബ്രാഹ്മണിക്കൽ ഓർത്തഡോക്സി ഇദ്ദേഹം എതിർത്തിട്ടുണ്ട്. കാരണം പരമഹംസ മണ്ഡാലി തുടങ്ങിയ ഒരു വ്യക്തി ഒരിക്കലും ബ്രാഹ്മണിക്കൽ ഡോമിനൻസിയെ സപ്പോർട്ട് ചെയ്യില്ല, കാസ്റ്റ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലേ? എതിർക്കുക തന്നെ ചെയ്യുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ആ ഒരു ലോജിക്ക്, കോമൺ നേച്ചർ മനസ്സിലാക്കി വെക്കുക. വ്യക്തികളുടെ ആണെങ്കിലും ശരി, ഓർഗനൈസേഷൻ ആണെങ്കിലും ശരി, കോമൺ നേച്ചർ മനസ്സിലാക്കിയ അതിനനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ. ഇത് അദ്ദേഹത്തിൻ്റെ യങ് ബംഗാൾ മൂവ്മെൻറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം എന്താണ്, നമ്മുടെ ഹെൻറി വിവിയൻ ഡെറോസി എന്ന് വെച്ചാൽ ഹിന്ദു കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു, അവിടുത്തെ ടീച്ചറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യണം, അവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സിന് തുടക്കം കുറിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ പറയുന്ന മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു, ഇദ്ദേഹം ഒരിക്കലും ജനങ്ങളുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അധിക നാൾ നീണ്ടു നിന്നില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇദ്ദേഹത്തിൻ്റെ പോയംസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ടു ഇന്ത്യ, ദ നേറ്റീവ് ലാൻഡ്, ദ ഫക്കീർ ഓഫ് ജംഗീര എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ 2 പോയംസ് ആണ്. അടുത്താണ് ഈശ്വചന്ദ്ര വിദ്യാസാഗർ. രാജാറാം മോഹൻ റോയ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സതി റെഗുലേഷനുമായിട്ട് അല്ലെങ്കിൽ സതി നിരോധനമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹ നിയമത്തെ നിങ്ങൾ കണക്ട് ചെയ്യാനുള്ളത് ഈശ്വചന്ദ്ര വിദ്യാസാഗറാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം
വിധവാ പുനർവിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള, അങ്ങനെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇദ്ദേഹം സാൻസ്ക്രിറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ മറ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇവിടെ വിദ്യാഭ്യാസം അഡ്മിഷൻ കിട്ടുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇദ്ദേഹം പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും ഇവിടെ അഡ്മിഷൻ കൊടുക്കാനുള്ള ഒരുപാട് നടപടികൾ ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് 35ഓളം ഗേൾസ് സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ബഥൂൺ സ്കൂളിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു. JED ബഥൂനാണ് ബഥൂൺ സ്കൂൾ തുടങ്ങിയത്. ആ സ്കൂൾ തുടങ്ങാനായിട്ടുള്ള സപ്പോർട്ടും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം വിഡോ റീമാരേജ് ആക്ട് നിലവിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്താണ് മഹാദേവ ഗോവിന്ദ റാനഡെ, MG റാനഡെ എന്ന് പറയും. ഇദ്ദേഹം ഒരു ജഡ്ജായിരുന്നു. ഇദ്ദേഹം എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറായിരുന്നു. അത് മാത്രമല്ല ഇദ്ദേഹം 1861 വിഡോ റീമാരേജ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വിഡോ ഹോം അസോസിയേഷൻ DK കാർവേയുമായി ചേർന്നിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞ സെക്ഷനിൽ കണ്ടതാണ്. DK കാർവേയുമായി ചേർന്നിട്ട് വിഡോ ഹോം അസോസിയേഷനും ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് പൂന സാർവജനിക് സഭ. പിന്നെ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പോലുള്ള ഓർഗനൈസേഷൻസും ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഗോപാൽ ഗണേഷ് അഗാർക്കർ, ഗോഖലെ, തിലക് പോലുള്ള വ്യക്തികൾ. ഗോഖലെയും തിലകൊക്കെ തന്നെ റാനഡയുടെ ശിഷ്യന്മാരായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെ കണക്ട് ചെയ്ത് ആലോചിച്ച് വയ്ക്കുക. റാനഡയും റാനഡയുടെ സ്കൂളും, റാനഡയുടെ സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലൊന്നാണ് 1905 അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിയുടെ ഗുരു ഗോഖലെ, ഗോഖലെയുടെ ഗുരു റാനഡെ തുടങ്ങിയ ഓർഗനൈസേഷനാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഒരു രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ NSS പോലുള്ള ഓർഗനൈസേഷൻസ് തുടങ്ങിയിട്ടുള്ളത്. അതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയൊന്ന് ഉടച്ച് വാർക്കുന്നതിനായിട്ട്, ഇന്ത്യയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട്, സൊസൈറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഒരു പറ്റം വർക്കേഴ്സിനെ, സെർവൻസിനെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. പിന്നെ ഉള്ളതാണ് സോഷ്യൽ സർവീസ് ലീഗ്. NM ജോഷി അതുപോലെ തുടങ്ങിയിട്ടുള്ളതാണ് സോഷ്യൽ സർവീസ് ലീഗ്. അതുപോലെ തന്നെ NM ജോഷി, ലാലാ ലജ്പത് റായ് പോലുള്ള വ്യക്തികൾ ചേർന്ന് തുടങ്ങിയതാണ് AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കൗൺസിൽ. 1920 തുടങ്ങുന്നത്. അപ്പോൾ ഇവരൊക്കെ തന്നെ റാനഡെ സ്കൂളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ലീഡേഴ്സാണ്. അടുത്തത് സേവാ സമിതി. ഇതൊക്കെ തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. HN ഖുൻസർ തുടങ്ങിയിട്ടുള്ള സേവാ സമിതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ച് വയ്ക്കുക. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിമൺ സോഷ്യോ റിലീജിയസ് റീഫോമറാണ് പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യോ റിലീജിയസ് റീഫോമറാണ്. ഇദ്ദേഹമാണ് ആര്യ മഹിളാ സമാജ് തുടങ്ങുന്നത്. 1881 ആര്യ മഹിളാ സമാജ് അതെന്ന് പറയുന്നത് സ്ത്രീകളുടെ എഡ്യൂക്കേഷനായിട്ടും ചൈൽഡ് മാരേജിനെതിരായിട്ടുമാണ് ആര്യ മഹിളാ സമാജ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ 1889 ശാരദാ സദൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ പണ്ഡിത രമാഭായ് തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷനാണ് മുക്തി മിഷൻ. ആ പേരിൽ തന്നെയുണ്ട്. ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട് മുക്തി മിഷൻസ്, അതായത് സ്ത്രീകളെ ആ ഒരു അവസ്ഥയിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കുന്നതിനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു മിഷനാണ് മുക്തി മിഷൻ. അപ്പോൾ പണ്ഡിത രമാഭായ് എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ, മുക്തി മിഷൻ. ഈ 3 കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വിമൺ എന്ന് പറയുന്നത്. കൈസറായി ഹിന്ദ്, ഗാന്ധിക്കൊക്കെ കിട്ടിയിട്ടുള്ള കൈസറായി ഹിന്ദ് എന്ന് പറയുന്ന മെഡല് പണ്ഡിത രമാഭായ്ക്കും കിട്ടിയിട്ടുണ്ട്. 1919 കിട്ടിയിട്ടുണ്ട്. ഗാന്ധി ഈ പറഞ്ഞ ജാലിയൻവാലാബാഗ് വിഷയമായിട്ട് തിരിച്ചു കൊടുത്ത ആ ഒരു മെഡൽ ഉണ്ടല്ലോ, കൈസറായി ഹിന്ദ്, അത് പണ്ഡിത രമാഭായ്ക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ ആലോചിക്കുക. അടുത്താണ് ജ്യോതിറാവ് ഫൂലെ. കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ, അതായത് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള, ശബ്ദമുയർത്തിയിട്ടുള്ള, പിന്നീട് അംബേദ്കറിനെ പോലുള്ള നേതാക്കന്മാർക്ക് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജ്യോതിറാവ് ഫൂലെ. ഇദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷനാണ് സത്യശോധക് സമാജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സത്യശോധക് സമാജ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാവിത്രിബായ് ഫൂലെ. ഇദ്ദേഹവും സാവിത്രിബായ് ഫൂലെയും ഈ പറയുന്ന ജ്യോതിറാവ് ഫൂലെയുടെ തോളോടൊപ്പം ചേർന്ന് നിന്ന് ഒരുപാട് സാമൂഹിക പരിവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് സാവിത്രിബായ് ഫൂലെ. ഇന്ത്യൻ ഫെമിനിസത്തിൻ്റെ മാതാവ്, മദർ ഓഫ് ഇന്ത്യൻ ഫെമിനിസം എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് സാവിത്രിബായ് ഫൂലെ. ജ്യോതിറാവ് ഫൂലെയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ബ്രാഹ്മണിക്കൽ ഡോമിനൻസ്, അത് ബ്രാഹ്മണിക്കൽ ഓർത്തഡോക്സിയൊക്കെ ഇദ്ദേഹം എതിർത്തിട്ടുണ്ട്. പിന്നെ അക്കാലത്തെ വിവാഹങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ടായിരുന്നു. അന്നത്തെ പ്രീസ്റ്റുകളുടെ കാർമ്മികത്വം ഇല്ലാതെ കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ കല്യാണത്തിന് സാധുത ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പുരോഹിതൻ അവിടെ വേണം, കല്യാണത്തിന് വേണം. ആ ഒരു നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പുരോഹിതന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള കല്യാണങ്ങൾ നടത്തിക്കൊണ്ട് ബ്രാഹ്മണിക്കൽ ഓർത്തഡോക്സിയെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറഞ്ഞ ജ്യോതിറാവ് ഫൂലെ. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പുസ്തകങ്ങൾ നോക്കി വയ്ക്കുക, ഗുലാംഗിരി അതുപോലെ തന്നെ സാർവജനിക് സത്യധർമ്മ. ഈ 2 പുസ്തകങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് ഉറപ്പിച്ച് പഠിച്ചു വയ്ക്കുക. ഗുലാംഗിരി, അടിമത്തത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഗുലാംഗിരി. അടുത്തത് ജ്യോതിറാവ് ഫൂലെയുടെ ഭാര്യയായിട്ടുള്ള സാവിത്രിബായി ഫൂലെയാണ്. ഇദ്ദേഹം മദർ ഓഫ് ഇന്ത്യൻ ഫെമിനിസം എന്ന് അറിയപ്പെടുന്നതാണ്. വിമൻ എഡ്യൂക്കേഷൻ്റെയൊക്കെ ഒരു പൈനിയറായിട്ട് അറിയപ്പെടുന്നതാണ്. ഇൻഫൻറ്റിസൈഡ് പ്രിവെൻഷൻ ഹോം തുടങ്ങിയിട്ടുണ്ട്. സത്യശോധക് സമാജ് തുടങ്ങാൻ ജ്യോതിറാവ് ഫൂലെയുടെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് സാവിത്രിബായി ഫൂലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് രാജമുദ്രി സോഷ്യൽ സർവീസ് റീഫോം അസോസിയേഷൻ. ഇത് PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തുടങ്ങിയ വ്യക്തിയുടെ പേരാണ് വീരസലിംഗം പന്തലു. കണ്ടുകുരി വീരസലിംഗം പന്തലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് വിദ്യാസാഗർ സൗത്ത് എന്നാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. വിദ്യാസാഗർ എന്ന് വിളിക്കണമെങ്കിൽ വിദ്യാസാഗർ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പുനർവിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിദ്യാസാഗർ ഓഫ് സൗത്ത് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത വ്യക്തിയാണ് DK കാർവേ, ഡോണ്ടോ കേശവ് കാർവേ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. ശ്രീമതി നദീബായ് ദാമോദർ താക്കറെ വിമൻ യൂണിവേഴ്സിറ്റി എന്നാണ്. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി അത് തുടങ്ങാനായിട്ട് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് DK കാർവേ എന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്ത്രീകളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പൈനിയർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് DK കാർവേ. ഇനി കുറച്ച് സ്ത്രീകളായിട്ടുള്ള സോഷ്യോ റിലീജിയസ് റീഫോമേഴ്സിൻ്റെ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. താരാബായ് ഷിൻഡെ, ഇത് നിങ്ങളുടെ NCERT കൊടുത്തിട്ടുണ്ട്. NCERT പുസ്തകത്തിലുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. താരാബായ് ഷിൻഡെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സ്ത്രീ പുരുഷ തുലന, അല്ലെ, ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സ്ത്രീ പുരുഷ തുലന. താരാബായ് ഷിൻഡെയാണ് എഴുതിയത്. അടുത്ത മാർഗരറ്റ് കസിൻ തുടങ്ങിയതാണ് ഓൾ ഇന്ത്യ വിമൻ കോൺഫറൻസ്. സരോജിനി നായിഡുവിനെ പോലുള്ള വ്യക്തികളൊക്കെ പാർട്ടായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ്. അതുപോലെ തന്നെ YWCA, അല്ലേ, നമ്മുടെ വർക്കിംഗ് വിമൻസിന് വേണ്ടിയിട്ട് YWCA തുടങ്ങിയതും മാർഗരറ്റ് കസിൻസ് ആണ്. പിന്നെ സരളാദേവി ചൗധരാണി തുടങ്ങിയതാണ് ഭാരത് സ്ത്രീ മഹാമണ്ഡൽ 1905. അതുപോലെ ബീഗം റുഖിയ ഷഖാവത്ത് ഹുസൈൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു വിമൻ സോഷ്യോ റിലീജിയസ് റീഫോമറാണ് ഈ പറഞ്ഞ ബീഗം റുഖിയ ഷഖാവത്ത് ഹുസൈൻ. അദ്ദേഹം തുടങ്ങിയ ഓർഗനൈസേഷൻ്റെ പേരാണ് അജ്മാൻ ഐ ഖവാത്തീൻ ഇ ഇസ്ലാം. മുസ്ലിം വിമൻ അസോസിയേഷൻ ആണ് അതിൻ്റെ മീനിങ്, അജ്മാൻ ഐ ഖവാത്തീൻ ഇ ഇസ്ലാം. അപ്പോൾ ഇസ്ലാം റിലീജിയനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റീഫോമറാണ് ബീഗം റുഖിയ ഷഖാവത്ത് ഹുസൈൻ. അപ്പോൾ ഇത്രയും പേരുകളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിന്ദു റീഫോം ഓർഗനൈസേഷൻസ് അഥവാ റീഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ PYQ എന്ന് ഒരുപാട് തവണ പല ഏരിയാസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിച്ചെന്ന ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രഹ്മസമാജം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അത്രയും ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇത്രയും കൃത്യമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ ഇനിയും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്